Hi friends, welcome back to our channel. ഇന്നൊരു ചാലഞ്ചിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ മുന്നാസ് വീഡിയോസിലെ മുന്ന ആണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് മുനീറയാണ് ചലഞ്ച് തന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇപ്പൊ ടൊർണാഡോ ഓംലേറ്റ് ആണ് ചലഞ്ച് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മുട്ട എടുത്തൊന്ന് ചെയ്തു നോക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു താറാമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് കുറച്ച് വലിയ മുട്ടയാണ്. കോഴിമുട്ടയൊക്കെ ആണെങ്കിൽ 2 എടുക്കേണ്ട വരുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതായത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് എടുത്തിരിക്കുന്നത് ഒരു ചോപ്പ് സ്റ്റിക്കാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ചോപ്പ് സ്റ്റിക്കിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം. സ്ക്യൂർ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് എളുപ്പത്തിന് എന്താണോ കിട്ടുന്നത് അത് എടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തീർച്ചയായിട്ടും വലിയ കുഴപ്പമില്ല. അതായത് നമ്മൾ ഒരെണ്ണം വെച്ചിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത്രയൊക്കെ നമുക്ക് അത്ര ഹൈറ്റിലേക്കേ പൊങ്ങി വരത്തുള്ളൂ. അപ്പൊ ഒരെണ്ണം ഞാനും ഉണ്ടാക്കി നോക്കി, ഒരെണ്ണം മോനും ഉണ്ടാക്കി നോക്കി കേട്ടോ. ഈ മോനെ കുറച്ചൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറിയാം. അപ്പൊ അതിനോണ്ടാണ് അവനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചു നോക്കി കേട്ടോ. അപ്പൊ അവൻ ചെയ്താണ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് കേട്ടോ. ടൊർണാഡോ ഓംലേറ്റ് ഒരു കൊറിയൻ സ്ട്രീറ്റ് ഫുഡാണ്. അപ്പോൾ അത് അവർ റൈസിന്റെ കൂട്ടത്തിലാണ് കേട്ടോ സെർവ് ചെയ്യാറുള്ളത്. എന്ത് റൈസാന്നുള്ളതെന്ന് അറിയുമ്പോൾ ഞാനിപ്പോൾ എന്താണെങ്കിലും ഇതിനകത്ത് വീട്ടിൽ മന്തി ഒന്നും ഉണ്ടാക്കിയായിരുന്നു. അപ്പം മന്തിയുടെ റൈസ് ഇങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ. ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് വയ്ക്കണമെന്നുള്ളൂ. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്ക് ഈ ഓംലേറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ കൊറിയൻ ഫുഡിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചുറ്റും ഒരു ഗ്രേവിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. റെഡ് കളറിലുള്ള ഒരു ഗ്രേവിയും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇനി ഞാൻ ഒരെണ്ണമൊന്നും ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ. അപ്പോൾ മുട്ടയുടെ മിക്സ് സെയിം തന്നെ. ഞാനിവിടെ താറാവ് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ മുട്ടയിൽ ഞാൻ കുറച്ചൊരു മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടു കേട്ടോ. ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടു. അപ്പോൾ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മഞ്ഞപ്പൊടി ഒന്നും ഇട്ടില്ല കേട്ടോ. പിന്നെ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ പാനിൻ്റെ ചൂട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അനുസരിച്ചാണ് ഇതിനകത്ത് ആ ഒരു ഇത് കറക്റ്റായിട്ട് വന്നെ കേട്ടോ. അതായത് നമ്മളൊരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എനിക്കതായാലും 2 കറക്റ്റായിട്ട് തന്നെ കിട്ടി കേട്ടോ. ഏകദേശം കറക്റ്റ്. അപ്പോൾ ഞാൻ ചലഞ്ച് ഏറ്റെടുത്ത് 2 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം മോനും ഉണ്ടാക്കി, ഒരെണ്ണം ഞാനും ഉണ്ടാക്കി. അപ്പോൾ ഞാനിനിയിപ്പോൾ ആരെങ്കിലും ചലഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ചലഞ്ച് ചെയ്യണത് നമ്മുടെ ഫൗസീസ് റെസിപ്പീസിലെ ഫൗസി താനയും പിന്നെ ഡിഷ് ഓഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസിലെ ദീപയുമാണ് ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ 2 പേരും ചലഞ്ച് ഏറ്റെടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കി പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യട്ടോ. കാരണം എളുപ്പമല്ലേ. ഞാൻ അവരോട് പറഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ ഞാൻ ചലഞ്ച് ചെയ്യുക. എന്താണെങ്കിലും ഈ വീഡിയോ വഴി അവർ അറിഞ്ഞോട്ടെ. അപ്പോൾ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇതൊരു ഫണ്ണി വീഡിയോയാണ്. ഇങ്ങനെ റെസിപ്പി എന്ന് പറയാനില്ല. അതിൻ്റെ ആ ഒരു പ്രോസസ്സ് നമുക്കൊരു രസമായിട്ട് തോന്നും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവൻ്റെ നൂഡിൽസൊക്കെ അവൻ ഈ ചോപ്പ് സ്റ്റിക്ക് വെച്ച് നല്ലതായിട്ട് കഴിക്കും കേട്ടോ. ചൈനക്കാരെ പോലെ തന്നെ കഴിക്കണതാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കളിയാക്കാറുണ്ട്. അതിൻ്റെ വീഡിയോയിൽ ഞാൻ ലാസ്റ്റായിട്ട് അതും കൂടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു രസം, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.